നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെ UDF സ്ഥാനാർത്ഥിയായി AICC ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ വെട്ടിലായി PV അൻവർ. അൻവറിന്റെ നീക്കം ഇനി എന്താകും എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതേസമയം സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് NDAയും LDFും. ദിസ്ന സുരേഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ദിസ്ന, PV അൻവറിന്റെ ആവശ്യം കോൺഗ്രസ് പാടെ നിരസിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് നിർദ്ദേശിക്കുന്നതും AICC ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തത്. എന്തായാലും PV അൻവർ വെട്ടിലായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, അല്ലേ? തീർച്ചയായും രോഹിണി, നിലമ്പൂരിൽ അംഗം ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. PV അൻവർ ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. അൻവർ ആവശ്യപ്പെട്ടത് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതൊന്നും തന്നെ UDF അംഗീകരിക്കാത്ത ഒരു ഘട്ടത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അൻവർ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് 2 ദിവസത്തിനകം താൻ ഇത് പഠിച്ചതിന് ശേഷം, ജനങ്ങളോട് തീരുമാനിച്ചതിന് ശേഷം കൃത്യമായ നിലപാട് അറിയിക്കും എന്നൊരു നിലപാടിൽ തന്നെയാണ് അൻവർ ഉള്ളത്. എന്തായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ തന്നെയും വരുന്ന ഈ സാഹചര്യത്തിൽ ഇടത് വലത് മുന്നണികൾക്ക് നിലമ്പൂരിൽ നിലനിൽപ്പ് എന്നത് അത്യാവശ്യമായി വരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതിനുവേണ്ടിയുള്ള മത്സരങ്ങളും കളമൊരുക്കങ്ങളും ഒക്കെ തന്നെയും തുടങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളമുള്ള സ്ഥിരീകരണവും ഇന്നുണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും 2016 സ്വതന്ത്രനായി ഇടത് മുന്നണിയുടെ പിന്തുണയോടുകൂടിയാണ് ഈ അൻവർ നിലമ്പൂർ പിടിച്ചെടുക്കുന്നത്. പിന്നീട് 2021 സമാനമായി അൻവർ തന്നെ മത്സര രംഗത്ത് വരികയും പൂർണ്ണമായ വിജയം ഉറപ്പിക്കുകയും ചെയ്ത തട്ടകം തന്നെയാണ് നിലമ്പൂർ. എന്തായാലും അൻവറിന്റെ ആ ഒരു നിലപാട് രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമാണ് എന്നൊരു വെളിപ്പെടുത്തൽ തന്നെയാണ് UDF അടക്കമുള്ള നേതാക്കന്മാരുള്ളത്. എന്തായാലും അൻവറിന്റെ തീരുമാനത്തിന് വിധേയമായിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അൻവർ മുന്നോട്ട് വെച്ച പേരുകളെ ഒക്കെ തന്നെയും തള്ളി UDF നേതൃത്വം തീരുമാനിച്ച ഒരു പേര് സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് ഇന്നലെ നടത്തിയത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും അൻവർ 2 ദിവസം കഴിഞ്ഞ് അൻവറിന്റേതായ നിലപാടുകൾ തുറന്നു പറയും എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ അൻവർ അവിടെ സ്വതന്ത്രനായി മത്സരിക്കുവാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. എന്തായാലും BJP ഉൾപ്പെടെയുള്ള മുന്നണികളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ സംബന്ധിച്ചും ഇന്ന് തീരുമാനം ഉണ്ടാകും എന്നതാണ് നമുക്ക് നിലവിൽ നിലമ്പൂരിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. രോഹിണി, ശരി ദിസ്ന.